ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടോ. നമ്മൾ എല്ലാവരുടെ വീട്ടിലും പച്ചക്കായ ഉണ്ടാവും. പച്ചക്കായ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഒരു മെഴുക്ക് പുരട്ടി ആയിട്ടോ. ഈ ഒരു പച്ചക്കായയുടെ ഈ ഒരു മെഴുക്ക് പുരട്ടി മതി ഒരു പറ ചോറുന്നാൻ. അപ്പോൾ ഞാനിവിടെ ഒരു 2-3 പച്ചക്കായ എടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര ആവശ്യം വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ നല്ല തൊലിയാണെങ്കിൽ നമുക്ക് തൊലി അടക്കം എടുക്കാം കേട്ടോ. തൊലി നല്ല നമ്മൾ തൊലി മാത്രം ചിലർ ഉപ്പേരി വെക്കണവരുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൊലിപ്പുറത്തുണ്ട് ഒരു ബ്ലാക്ക് കളറൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതങ്ങ് കളയുകയാണ്. ബ്ലാക്ക് കളർ ഉണ്ടാവുകൊണ്ടാട്ടോ, അല്ല നല്ല പച്ച കളറാണെങ്കിൽ നമുക്കതൊക്കെ എടുക്കാം. അത്രയും നല്ലതാണ് കേട്ടോ. നമ്മളെ വീട്ടിലുണ്ടാവുന്നത് വാഴക്കയാണല്ലോ. അപ്പം ഞാൻ ഇവിടെ ഇതൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ സ്ക്വയറാക്കിയിട്ടാണ് കട്ട് ചെയ്യണത്. അതായത് സ്ക്വയറാക്കിയിട്ട് നമ്മൾ ഉപ്പേരിക്കൊക്കെ അരിയല്ലോ ചെറിയ പീസാക്കിയിട്ട്, അതുപോലെ അരിഞ്ഞെടുക്കുക കേട്ടോ ചെയ്യണത്. അപ്പം നമ്മളെ വീട്ടിൽ പച്ചക്കായ ഉള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടോ. അപ്പം ഞാൻ ഇവിടെ അരിഞ്ഞെടുത്തതിന് ശേഷം ഇത് കണ്ടോ, ഇത്രയും മതി. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു കറ ഉണ്ടാവും, നമ്മൾ വാഴക്കൊക്കെ ഒരു കറ ഉണ്ടാവും. അത് കളയാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഇടുന്നത്. ഇനി കഞ്ഞിവെള്ളത്തിലേക്ക് നമ്മൾ ഇതുപോലെ ഈ കായ അരിഞ്ഞിടുകയാണെങ്കിലും പെട്ടെന്ന് അതിൻ്റെ കറ ഇളകിപ്പോരും. ഇത് കണ്ടോ, മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ പെട്ടെന്ന് ഇളകും കേട്ടോ. അതിന് ശേഷം നന്നായിട്ടൊന്ന് തിരുമ്പി കഴുകിയെടുക്കുക. കഴുകിയെടുക്കുമ്പോൾ അതിൻ്റെ ഇത് കണ്ടോ, കറ പെട്ടെന്ന് പോരും കേട്ടോ. അതിനുശേഷം ഞാനിതൊന്ന് നല്ല കഴുകി കൊടുത്തിട്ടുണ്ട്, കറയൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ്ലി ഇത് കഴുകി കൊടുന്ന് വെച്ചത് ഞാൻ അല്പം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാൻ. ഞാനിവിടെ നുള്ള ഉപ്പുള്ള ഇട്ടിട്ട് നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ ഇടാം കേട്ടോ. പിന്നെ പിഞ്ച് മുളക് പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഇതൊന്ന് വേവിക്കാൻ വെക്കുകയാണ്. അതായത് കുറച്ച് വെള്ളത്തിൽ ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക, അത്രേ ഉള്ളൂ ചെയ്യണത്. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇതുണ്ടോ, നല്ലോണം വേവിച്ചിട്ടുണ്ട്. കുക്കറിലൊന്നും ഇട്ടാൽ എന്താ വെച്ചാൽ 2-3 വിസിലുകൊണ്ട് ഇത് ഉടഞ്ഞു പോകും. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ കറക്റ്റ് വേവ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ കുക്ക് ചെയ്തെടുത്ത് കേട്ടോ. കുക്കറിലാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക. അതിനുശേഷം മൺചട്ടി എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കടുക് നല്ലോണം പൊട്ടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില, അതുപോലെ തന്നെ വറ്റൽമുളക് ഒരു 2 ചെറിയ പീസാക്കി എടുത്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് അതിന് ശേഷം അതിലേക്ക് ഇതുപോലെ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ആ എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ചെറിയുള്ളിയും വെളുത്തുള്ളി 2-3 ഇല്ലി മതി. അതിന് ശേഷം ഒരു സവാള, ഏകദേശം ഒരു ചെറിയ സവാള ഫുൾ എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് ഒരു ബ്രൗൺ കളറാവുമല്ലോ അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ അതിലേക്ക് ഞാൻ മുളകും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം നല്ലോണം ഒന്ന് വാടി കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആ കുക്ക് ചെയ്ത് വെച്ച ആ കായ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിൽ ഉപ്പ് കമ്മിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ കായ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇനി നിങ്ങളെ വീട്ടിലൊക്കെ കായ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് തരാൻ ആരും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികളുമായി വേണ്ടി അതുപോലെ എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.